വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന രാഹുലിന്റെയും പ്രിയങ്കയുടെയും നടപടി വിവാദത്തിലേക്ക് വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ലോക്സഭയിൽ ഹാജരായില്ല. ഹാജരായ രാഹുൽ ചർച്ചയിൽ പങ്കെടുത്തതുമില്ല. നെഹ്റു കുടുംബാംഗങ്ങളുടെ നടപടിയിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി പുകയുകയാണ്. വഖഫ് ബില്ല് പരിഗണിക്കുന്നതിനാൽ കോൺഗ്രസ് ഇന്നലെ ലോക്സഭയിലെ അംഗങ്ങൾക്ക് 3 ലൈൻ വിപ്പ് നൽകിയിരുന്നു. എന്നാൽ വിപ്പ് ലംഘിച്ച പ്രിയങ്ക വാദ്ര പാർലമെന്റിൽ എത്തിയതേയില്ല. ലോക്സഭയിൽ വന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകട്ടെ ചർച്ചയിൽ പങ്കെടുത്തില്ല. രാജ്യത്തെ ക്രൈസ്തവ സംഘടനകൾ ബില്ലിനെ അനുകൂലിക്കാൻ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിലാണ് സഹോദരനും സഹോദരിയും ചർച്ചയിൽ നിന്ന് തന്ത്രപൂർവ്വം വിട്ടുനിന്നത്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഈ നീക്കത്തിൽ കോൺഗ്രസിൽ തന്നെ അതൃപ്തി ശക്തമാണ്. ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളും അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ റോളുകളുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു. ഒരുപക്ഷെ ആ ഒരു ആർജവം, ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ. വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുലോ പ്രിയങ്കയോ ഇതുവരെ തയ്യാറായില്ല. ഇന്നലെ 14 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് ലോക്സഭ രാത്രി 2 മണിക്ക് വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത്. 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ 232 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ജനം, ഡൽഹി.